നടി തൃഷയ്ക്കെതിരായ ദ്വയാർത്ഥ പരാമർശത്തിൽ തമിഴ്നാട് പ്രതിപക്ഷ നേതാവും DMK നേതാവുമായ ഉദയനിധി സ്റ്റാലിനെ ഇന്ന് തന്നെ വിട്ടയക്കണമെന്ന് കോടതി ചോദ്യം ചെയ്ത ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാമെന്ന് AG ന്യൂസ് ഡെസ്കിൽ നിന്ന് സുനിൽ ചേരുകയാണ്. സുനിൽ, എല്ലാ മര്യാദകളും ലംഘിച്ചാണെന്ന് തമിഴ്നാട് പോലീസ് പ്രതിപക്ഷ നേതാവ് ഉദയനിധിയെ അറസ്റ്റ് ചെയ്തത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഷമി, ഏറെ തിടുക്കത്തിലായിരുന്നു ഉദയനിധി സ്റ്റാലിനെ തഞ്ചാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. തൃഷയുമായി ബന്ധപ്പെട്ട ഒരു വിവാദ പരാമർശത്തിൻ്റെ പേരിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് എന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. മദ്രാസ് ഹൈക്കോടതിയുടെ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള ഒരു ഉത്തരവ് നിലനിൽക്കുമ്പോൾ തന്നെയാണ് പോലീസ് രാവിലെ ഉദയനിധി സ്റ്റാലിൻ്റെ ഔദ്യോഗിക വസതിയിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് തഞ്ചാവൂരിലേക്ക് കൊണ്ടുപോയത്. അതിനെ തുടർന്ന് DMK പ്രവർത്തകർ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. അതിന് പിന്നാലെ തന്നെ പാർലമെൻറ്റിൽ തന്നെ ഈ വിഷയം ഉന്നയിച്ചു കൊണ്ട് DMKയുടെ MPമാർ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം വന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് കോടതിയിൽ തമിഴ്നാട് സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. അതായത് തിടുക്കത്തിൽ അറസ്റ്റ് ചെയ്തത് ചോദ്യം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്നാണ് AG മദ്രാസ് ഹൈക്കോടതിയെ അറിയിച്ചത്. റിമാൻഡ് ആവശ്യമില്ല എന്നും ഉടൻ വിട്ടയക്കാം എന്നും ചോദ്യം ചെയ്ത ശേഷം വിട്ടയക്കാമെന്നുമാണ് കോടതിയെ അറിയിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി തന്നെ നിർദ്ദേശം നൽകിയത് ഇന്ന് തന്നെ ഉദയനിധി സ്റ്റാലിനെ വിട്ടയക്കണമെന്ന് ആണ് കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തന്നെ ഉദയനിധി സ്റ്റാലിനെ വിട്ടയക്കും. ഇപ്പോൾ ചോദ്യം ചെയ്യൽ കൂടുതൽ വിശദമായിട്ടുള്ള ഈ ആക്ഷേപവുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ നടക്കുകയാണ്. അതിനുശേഷം ഇന്ന് തന്നെ കോടതിയുടെ ഉത്തരവ് അനുസരിച്ച് പോലീസ് ഉദയനിധി സ്റ്റാലിനെ വിട്ടയക്കും എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന ഹൈക്കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ സാധിക്കുന്നത്. കാവേരി നദീജല തർക്കവുമായി ബന്ധപ്പെട്ട ഒരു പൊതുപരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് DMKയുടെ തമിഴ്നാടിൻ്റെ പ്രതിപക്ഷ നേതാവ് കൂടിയായ ഉദയനിധി സ്റ്റാലിൻ സംസാരിക്കുമ്പോഴായിരുന്നു ഒരു പരാമർശം നടത്തിയെന്നാണ് ആരോപണം വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പരാതിയുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതേസമയം ഉദയനിധി സ്റ്റാലിൻ പറയുന്നത് തൃഷയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി ബന്ധപ്പെട്ടോ താൻ ഒരു തരത്തിലും അവരുടെ പേര് പരാമർശിച്ചുകൊണ്ട് ഒരു കാര്യവും ആ പൊതുയോഗത്തിൽ പറഞ്ഞിട്ടില്ല എന്നാണ് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളത്. തൃഷയെ അപമാനിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ അശ്ലീലമായ രീതിയിലുള്ള ഒരു പരാമർശവും താൻ നടത്തിയിട്ടില്ല എന്നും ഉദയനിധി സ്റ്റാലിൻ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് തമിഴ്നാട് സർക്കാർ ഇപ്പോൾ നിലപാട് കോടതിയിൽ മാറ്റി അറിയിച്ച റിമാൻഡ് നടപടി ആവശ്യമില്ല എന്നും ഉടൻ വിട്ടയക്കാമെന്നും പറഞ്ഞ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്.